കറി എങ്ങനെയുണ്ട്? കറി നല്ല ഗംഭീരമായിട്ടുണ്ട്. പമ്പാ ഗണപതി പാരിന്റെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളിന്ന് ശബരിമല സീസണും വൃശ്ചിക മാസം എല്ലാം ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കഞ്ഞിയും നമ്മുടെ അസ്ത്രമാണ് നമ്മൾ ഉണ്ടാക്കാൻ. നമ്മൾ അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് അരപ്പെടുക്കാനായിട്ട് ചെറിയൊരു തേങ്ങ എടുത്തിട്ടുണ്ട്, രാമയുടെ രൂപത്തിലുള്ളൊരു ചേന എടുത്തിട്ടുണ്ട്, കറിക്കായും എടുക്കാം, ഏത്തക്കായാലും കുഴപ്പമില്ല, കാച്ചിൽ, ചേമ്പ്, ഒരു മത്തങ്ങ. ഇത്രയാണ് ഗൈസ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മളൊരു ചെറിയൊരു മൺകലത്തിലാണ് നമ്മൾ അസ്ത്രം വെക്കുന്നത്. അപ്പോൾ നമ്മൾ അസ്ത്രം വെക്കാനുള്ള എല്ലാ സാധനവും നമ്മൾ അരിഞ്ഞ് പറക്കി വെച്ചിട്ടുണ്ട്. പച്ചക്ക, കാച്ചിൽ, ചേമ്പ്, ചേന, മത്തൻ. ഏകദേശം നമുക്കൊരു കപ്പയ്ക്കയുടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഏകദേശം നമ്മൾ ഇത്ര അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി നമുക്കിത് വേവിച്ചെടുക്കാം. മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നനച്ച് വെച്ച പയറോ അല്ലാന്നുണ്ടെങ്കിൽ കടലയോ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ, ചെറിയ ജീരകം, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി. വെന്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മൺകലത്തിൽ ഉടയ്ക്കാൻ നിൽക്കരുത്, കലം പൊട്ടിപ്പോവും. നമുക്ക് പാത്രം മാറ്റി ഒന്ന് ഉടച്ചിട്ട് തിരിച്ചെടുക്കാം. തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം. നമുക്ക് വറ്റൽ മുളകും എന്നോട് താളിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കഞ്ഞി നല്ല മുളകൊക്കെ താളിച്ച് നമുക്ക് അസ്ത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടെത്തി അസ്ത്രം എടുത്ത് കഞ്ഞിക്കകത്തിട്ടിട്ട് ഗൈസ് അടിപൊളി. കുറച്ച് അച്ചാറും കൂടെ എടുത്ത് ഗൈസ് അതുകൊണ്ട് അസ്ത്രം അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. നല്ല നല്ല ടേസ്റ്റ് ഗൈസ്. അപ്പോൾ നമ്മുടെ കഞ്ഞിയും കറിയും കിട്ടില്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുണ്ട്. അനമല ടേസ്റ്റ് നോക്കാം അങ്ങോട്ട്. എന്തുകൂടാ കിഴങ്ങെടുത്തിട്ടോ? ചൂട് കൊള്ളാമോ? സൂപ്പറാണ്. കറി എങ്ങനെയുണ്ട്? കറി നല്ല ഗംഭീരമായിട്ടുണ്ട്. ആ കുടിച്ചോ. കറി കേട്ടോ.